സനുവണ്ണ ഇത് 2020 മോഡൽ സോനറ്റ് HTK ആണ് വേരിയൻറ്റ്. 38,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് 2017 മോഡൽ വാഗണർ LX ആണ്. 58,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. 2020 മോഡൽ ഗ്രാൻഡ് ഐറ്റൺ മാഗ്നയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ 2 വർഷം വാറൻറ്റിയുള്ള വണ്ടിയാണ്. 2023 ആൾട്ടോ K10 VXA+. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. അഞ്ചൽ ചന്തമുക്ക് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ഒരു മേളയുണ്ട്. മേള എന്ന് പറയുന്നത് ഇന്ന്, അതായത് ജാനുവരി 30 മുതൽ 4 ദിവസത്തേക്കാണ്. അതായത് ഫെബ്രുവരി 2 വരെയാണ് ഈ മേള നടത്തുന്നത്. ട്രൂ വാലിയുടെ മേളയല്ല, ഇത് ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്ന കാർ ആൻഡ് ബൈക്ക് എന്ന് പറയുന്ന ഷോപ്പിൻ്റെ മേളയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടികൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടില്ല. ഏകദേശം ഒരു 60-70 വണ്ടി അടുപ്പിച്ചാണ്ട ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇല്ലയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടികൾ ഷോപ്പിൽ പോയി കാണാം, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്ന് കാണിച്ചു തരാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റി വണ്ടികൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു മേളയുടെ വീഡിയോയും കൂടിയാണ് കേട്ടോ. അല്ല സാധാരണ വണ്ടികളുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിലുപരി ഒരു മേളയുടെ വീഡിയോയും കൂടിയാണ്. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയ്ക്കുള്ള നല്ല നല്ല വണ്ടികളൊക്കെ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പുതിയ വീഡിയോ ആരംഭിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടന്നു പോയി, അതുകൊണ്ട് ഒരാഴ്ചയായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം നമുക്കിനി അങ്ങോട്ട് വീഡിയോകൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നമ്മളെ വീഡിയോ ആരംഭിക്കാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഉണ്ണി എത്തിയിട്ടുണ്ട്. ഈ മേള എത്ര ദിവസത്തേക്കാണെന്നും ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ണിയോട് ചോദിച്ച് മനസ്സിലാക്കാം. സനുവണ്ണ, നമ്മൾ ഇന്ന് വെച്ചാൽ ജനുവരി 30 മുതൽ ഫെബ്രുവരി 2 വരെ അഞ്ചലിൽ ഒരു മേള ഇട്ടിരിക്കുകയാണ്. മേളയ്ക്ക് നമ്മളെ 2 ഇയർ വാരൻറ്റി, ഫുൾ ടാങ്ക് പെട്രോൾ, അത്യാവശ്യം 100% ഫിനാൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഫിനാൻസ് ഫെസിലിറ്റീസ് കൂടുതലാണ്. നോർമലിൻ്റെ കാര്യം നമ്മൾ ഇച്ചിരി ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ട് ഫിനാൻസിൻ്റെ കാര്യമൊക്കെ. അത് നമ്മൾ പല ഫിനാൻസ് കമ്പനിയായിട്ട് സംസാരിച്ച് വേണ്ട രീതിക്ക് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മളെ വണ്ടി ഇവിടെ അഞ്ചൽ വണ്ടികൾ സ്റ്റോക്ക് കുറവാണ്. നമ്മളൊരു 14-15 വണ്ടികൾ ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. പക്ഷേ നോർമലായിട്ട് നമ്മളെ കൊട്ടാരക്കരയും തിരുവനന്തപുരം ഷോറൂമിലൊക്കെ അല്ലാതെ വണ്ടികൾ ഇപ്പം ഉണ്ട്. നമ്മളെ മേളയ്ക്ക് വേണ്ടി വണ്ടികൾ കൊണ്ടുവന്നിരിക്കുന്നത് കുറവാണ്. നമ്മളിപ്പോൾ ഒരു വണ്ടി വന്ന് നോക്കുമ്പോൾ ആ വണ്ടി ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ സൗകര്യങ്ങളൊക്കെ തരില്ല, അതായത് ചെയ്തു കൊടുക്കും. വണ്ടി എവിടെയാണ് കിടക്കുന്നത് വെച്ചാൽ അവിടെ കൊണ്ടുപോയി കാണിക്കാനോ എല്ലാം ഉള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കാം. എന്നാൽ വണ്ടികളെ പറ്റി നോക്കാം. സനുവണ്ണ, ഇത് 2022 മോഡൽ വാഗണർ VXA ആണ്. 1 ലിറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 19,000? അതെ. ജെനുവിൻ കിലോമീറ്റർ ആണ്? ഏതാണ്? ജെനുവിൻ കിലോമീറ്റർ ആണ്. വണ്ടിക്ക് അതുവരെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നുമില്ല. വണ്ടി വെച്ചിട്ടുണ്ട്. അതെ, ഫ്ലോർ മാറ്റ് ഒക്കെ അടിച്ച വണ്ടി പുത്തൻ വണ്ടിയല്ലേ? അതെ. 22 വണ്ടിയാണ്. 22. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. VXA ആണ് അല്ലേ? VXA ആണ്. ഫോർഡോ, പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്സ്, AC, പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്ന വണ്ടി. ഫോഗ് ലാമ്പൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ, ടയറൊക്കെ ആവശ്യത്തിന് ടയറും കിടപ്പുണ്ട്. എത്ര ചോദ്യം? ഇതിന്റെ ചോദ്യം വരുമ്പോഴത്തേന് 5.75. 5.75. അതെ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറയോ? ഈ പറയുന്ന തുകയിൽ നെഗോസിയേഷൻ ഒക്കെ നല്ലപോലെ നടക്കുമോ? ഉണ്ട്. നമ്മളെ കയ്യിൽ നിന്ന് വണ്ടി എടുത്ത കസ്റ്റമേഴ്സ് ചോദിച്ചാൽ മതി. നമ്മൾ അങ്ങനെ പിടിവാശി പിടിച്ച് റേറ്റിൻ്റെ കാര്യത്തിൽ പിടിവാശി ഉണ്ടോ ഇല്ലയോ, അതോ കസ്റ്റമർ ഓക്കെ ആവുന്ന റേറ്റിനകത്താണോ നമ്മൾ കൊടുക്കുന്നതെന്നൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുന്നവരോട് ചോദിച്ചാൽ മതി. നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. സനുവണ്ണ, ഇത് 2020 മോഡൽ സോനറ്റ് HTK ആണ് വേരിയൻറ്റ്. 38,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി തന്നെ. 2 വർഷം വാരൻറ്റി ഉണ്ട്. 38,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ടോ? അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ ചെയ്തിരിക്കുന്നതല്ലാതെ വേറെ അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, വണ്ടി സ്റ്റോക്ക് ആയിട്ട് തന്നെ കിടക്കുന്ന ഒരു വണ്ടി. ഇത് നമ്മുടെ ഇപ്പോൾ ഒരു VXA മോഡൽ എന്നൊക്കെ പറയുന്ന ടൈപ്പ് മോഡലാണോ? അതെ. മിഡ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അതെ. ബാക്ക് AC ഒക്കെ വരുന്നുണ്ടല്ലേ? ഓക്കെ, വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം. ഈ കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്? ജെന്യൂൻ കിലോമീറ്റർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല.
ഒന്നുമില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറുണ്ട്. ഇത് പെട്രോൾ വേരിയൻ്റ് അല്ലേ? പെട്രോൾ വേരിയൻ്റ് ആണ്. ഇത് മൈലേജ് ഏത് രീതിയിലൊക്കെ ആയിരിക്കും? നമുക്കൊരു 15-16 വരെയൊക്കെ അതിന് മൈലേജ് കിട്ടും. തന്നെ ഇത് 2019 മോഡൽ സാൻഡ്രോ മാഗ്നയാണ്. വണ്ടി 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ 2 വർഷം വാറൻറ്റി ഉണ്ട്. വണ്ടി നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പാണ്. വണ്ടി വളരെ ഹൈ ക്വാളിറ്റി ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സെഗ്മെൻറ്റിൽ തന്നെ ബാക്ക് എയർ വെൻറ്റും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ വണ്ടിക്കകത്ത്. പക്ഷേ എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, മാനുവലാണ്. അതെ. എങ്ങനെ 2 ഡോർ പവർ വിൻഡോ ആണോ? 4 ഡോർ പവർ വിൻഡോ, മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ബാക്ക് എയർ വെൻറ്റ് വരുന്നുണ്ട്. നല്ല സീറ്റ് കവറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ 28,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 19 വണ്ടിയാണെങ്കിലും ആ 1 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. വണ്ടി കാണാനൊക്കെ കൊള്ളാം, വിശ്വസനീയമാണ്. ഇത് നമുക്ക് 2 വർഷം വാറൻറ്റിയിൽ 0 ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വണ്ടിയുടെ വില വരുന്നത് 395. അത് ഫിക്സഡ് റേറ്റ് ആയിട്ട് നോക്കണ്ട, മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തന്നെ കൊടുക്കാം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല. ഇത് 2022 മോഡൽ സെലേറി ZX ആണ്. 28,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പാണ്. ZX ആണ് വേരിയൻറ്റ്. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല വണ്ടിക്കകത്ത്. നല്ല ക്വാളിറ്റി വണ്ടി തന്നെ. മാനുവലാണല്ലേ? മാനുവലാണ്. 2 വർഷം വാറൻറ്റിയും കൊടുക്കാം. 0 ഡൗൺ പേയ്മെൻറ്റ് വണ്ടി ഇറക്കിയും കൊടുക്കാം. റീപ്ലേസ് ആയിട്ട് ഒന്നുമില്ല. 0 റീപ്ലേസ്മെൻറ്റ് ഇറക്കുന്ന വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി. ഇതിൽ സീറ്റ് കവർ ഇല്ല. ഏതാണ് മേഡം? 4 ഡോർ പവർ വിൻഡോ ആണോ? 4 ഡോർ പവർ വിൻഡോ ആണ്. അല്ല, ഞാൻ പറഞ്ഞ സീറ്റ് കവർ ഇല്ല എന്ന്. കമ്പനി സീറ്റ് കവർ തന്നെയാണ്. കമ്പനി സീറ്റ് തന്നെയാണ്. അത് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്ന 4 ഡോർ പവർ വിൻഡോ, കമ്പനി സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. ബാക്ക് ഡീഫോഗർ, ബാക്ക് വൈപ്പർ, ഇത്രയാണ് വരുന്നത്. മിററിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് ടയർ ആണല്ലേ? അതെ. അവർ 28,000 കിലോമീറ്റർ ഓടിയ ടയർ. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേന് 575. 575. ഇത് 2 വർഷം ഈ അത്യാവശ്യം പേയ്മെന്റ് നമ്മൾ പറയുന്നതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ 1 കിലോമീറ്റർ വലുതായിട്ട് ഓടിയിട്ടില്ല. അതെ. പിന്നെ വളരെ അടുത്ത വർഷമായിരിക്കും നമ്മളിതിനെ കൊടുക്കുന്ന മാക്സിമം സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളായിരിക്കും. പിന്നെ വാറൻറ്റിയും കൊടുക്കുന്നുണ്ടല്ലോ. 2 വർഷം വാറൻറ്റിയിലായിരിക്കും നമ്മൾ വണ്ടിയും കൊടുക്കുന്നത്. വണ്ടി അത്ര ഹൈ ക്വാളിറ്റി ആണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. നമ്മളതിന് വണ്ടി എടുത്തിട്ട് നാളെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്ന ഒരു ഇത് നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഇത് വരുമ്പോൾ 2022 ടൊയോട്ട ഗ്ലാൻസ V വേരിയൻ്റ് ആണ്. 18,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേരിയൻ്റ് വരുമ്പോഴത്തേന് V വേരിയൻ്റ് ആണ് വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. വണ്ടിക്കകത്ത് കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. നല്ല സീറ്റ് കവർ കിടപ്പുണ്ട്. അതെ. അതൊക്കെ കമ്പനിയിൽ നിന്ന് വന്നപ്പോഴേ ഉള്ളതല്ലേ? അല്ല, ആ സീറ്റ് കവർ എക്സ്ട്രാ ചെയ്ത് മാറ്റിയതാ. ബാക്ക് AC വെന്റ് വരുന്നുണ്ട്. വണ്ടി ഓവറോൾ കാണാനൊക്കെ നല്ല വൃത്തി തന്നെ. മൈലേജ് എന്താണ്? ഇത് നമുക്കൊരു 16-17 കിട്ടും. ആ റേഞ്ച് ഉണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. പെട്രോൾ. ഈ ടൈപ്പിന് മൈലേജ് ഉള്ളതാണ്. ബലേനൊക്കെ നമുക്കറിയാലോ. എത്ര ചോദ്യം? ഇതിൻ്റെ ചോദ്യം വരുമ്പോൾ 8,95,000. ഇത് 2016 ഹോണ്ട സിറ്റി. 56,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. സെക്കൻഡ് ടയേഴ്സ് ആണല്ലേ? ഇത് നമുക്കൊരു 1 ഇയർ വാറൻറ്റി ഉള്ള വണ്ടിയാണ്. 1 ഇയർ വാറൻറ്റി ഉണ്ട്? അതെ, 1 ഇയർ വാറൻറ്റി ഉള്ള വണ്ടിയാണ്. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇത് പ്രത്യേകം ചെയ്തല്ലേ? ഏതാണ്? ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇത് പ്രത്യേകം ചെയ്തല്ലേ? ഏതാണ്? ആൻഡ്രോയിഡ് ആണോ? ആൻഡ്രോയിഡ് എക്സ്ട്രാ ചെയ്തതാണ്. വണ്ടി ഈ ആണ് വേരിയൻറ്റ്. ബാക്ക് AC വെന്റ് ഒന്നും വരുന്നില്ല? ഇല്ല, ഈ വേരിയൻ്റ് ആണ്. ടയേഴ്സ് നല്ല ടയറാണ് കിടക്കുന്നത്. അതെ. ആക്സിഡന്റ് കേസൊക്കെ ഉണ്ടോ? ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല വണ്ടിക്കകത്ത്. ഇല്ല. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേന് 5,85,000. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. മൈലേജ് എങ്ങനെയായിരിക്കും? മൈലേജ് നമുക്കൊരു 15, മാക്സിമം ഒരു 15-16 ആ റേഞ്ചാണ് നമുക്ക് മൈലേജ് കിട്ടുന്നത്. 15-16 അല്ലേ? അതെ. ഇത് 2017 മോഡൽ വാഗണർ LX ആണ്. 58,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ അങ്ങനെയൊന്നുമില്ല. വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കിടക്കുന്ന വണ്ടി. നമ്മളെ 1 ഇയർ വാറൻറ്റി ഉണ്ട് വണ്ടിക്ക്. 1 ഇയർ വാറൻറ്റി? അതെ. ഈ വർഷം കൂടി പോയതുകൊണ്ടാണോ? 2017 ആകുമ്പോൾ നമ്മൾ 2018 വണ്ടിക്കാണ് നമ്മൾ 2 ഇയർ വാറൻറ്റി കൊടുക്കുന്നത്. ഇതിനിപ്പോൾ ഒരു 1 ഇയർ വാറൻറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറൻറ്റിയിൽ എഞ്ചിനും ഗിയർ ബോക്സ് AC കംപ്രസറും വരും. RSC ഉൾപ്പെടെയുള്ള വാറൻറ്റിയാണ്. റോഡ് സൈഡ് അസിസ്റ്റൻറ്റ് ഉൾപ്പെടെ വരുന്ന വാറൻറ്റിയാണ്. വണ്ടി കാണാനൊക്കെ കാണാൻ കൊള്ളാം, വൃത്തിയുണ്ട്. ആവറേജ് ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല വണ്ടിക്കകത്ത്. കാര്യമായിട്ടുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ടച്ച് ആൻഡ് പോളിഷ് ആണല്ലോ?
കോർണർ പെയിൻറ്റിങ് അങ്ങനെയുള്ള നോർമൽ യൂസർ കാറിനകത്ത് വരുന്ന കോർണർ പെയിൻറ്റിങ്ങോ ഡോർ സൈഡൊക്കെ ഉള്ളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോൾ 3,75,000. 2020 മോഡൽ ഗ്രാൻഡ് ഐറ്റൻ മാഗ്നയാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 58,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. നമ്മൾ 2 വർഷം വാറൻറ്റിയുള്ള വണ്ടിയാണ്. ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ്. നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. മാനുവലാണ്. മൈലേജ് എന്താണ്? ഇതിന് നമുക്കൊരു 16-17 ആ റേഞ്ചാണ് മൈലേജ് വരുന്നത്. 1.2 എഞ്ചിനാണ് വരുന്നത്. 16 കിട്ടൂടെ? പിന്നെന്ത്, ഡീസലാണോ? പെട്രോൾ. ഡീസൽ എങ്ങനെ മൈലേജ് 22 പ്ലസ് കിട്ടും. ഇമ്പോസിബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. 14-13 ഓട്ടിക്കുന്നവരിക്കും. ബാക്ക് AC ഒക്കെ വരുന്നത് നോർമൽ ഒരു എക്കണോമി സ്പീഡിലൊക്കെ യൂസ് ചെയ്ത് ഒരു നല്ല രീതിക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 16 കിട്ടും. പിന്നെ മെയിനായിട്ട് നമ്മളങ്ങനെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കിട്ടുമ്പം പക്കായിട്ട് കിട്ടണമെന്നില്ല, അതും കിട്ടും. നമുക്ക് കിട്ടിയിട്ടുണ്ട് ഐറ്റണെന്ന്. ഓക്കെ. എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേന് 4,95,000. ഇത് 2018 മോഡൽ ടാറ്റ നെക്സോൺ XZ വേരിയൻ്റാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല വണ്ടിക്കകത്ത്. നല്ല ക്വാളിറ്റി വണ്ടി തന്നെ. ഇതിന് നമുക്ക് 2 വർഷം വാറൻറ്റി ഉണ്ട്. 0 ഡൗൺ പേയ്മെൻറ്റ് കൊണ്ടുപോകാം. ഒരു കോമ്പാക്ട് SUV 0 ഡൗൺ പേയ്മെൻറ്റ്. ഡീസൽ പെട്രോളാണ്. പെട്രോൾ. മൈലേജ് നമുക്കൊരു 15-നകത്ത്. വണ്ടി കാണാൻ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. ഒരു ചെറിയ ടച്ച് സ്ക്രീൻ കിടപ്പുണ്ട്. കമ്പനി നല്ല വരുന്നതാണ്. ഫുള്ള് സ്റ്റോക്കായിട്ട് തന്നെ കിടക്കുന്നത്. എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. നല്ലൊരു അലോയ് വീൽസ് ഉണ്ട്. എത്ര ചോദ്യം? ഇത് വരുമ്പോൾ 6,90,000. പക്ഷേ ഫിക്സഡ് പ്രൈസ് ആയിട്ട് നോക്കണ്ട, മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തന്നെ കൊടുക്കാം. അതും 0 ഡൗൺ പേയ്മെൻറ്റ് തന്നെ കൊടുക്കാൻ വേണ്ടി. ഡുവൽ ടോൺ ആണല്ലേ? ഏതാണ്? ഡുവൽ ടോൺ ആണ്. ഇത് 2019 മോഡൽ ആൾട്ടോ VX ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ്. അത്യാവശ്യം ലാസ്റ്റ് നിൽക്കുന്ന ആൾട്ടോ ഒക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. കാരണം വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി തന്നെ. പിന്നെ VX ആണ്. 19 ആയതുകൊണ്ട് അത്യാവശ്യം മോഡലുണ്ട്. 2 വർഷം വാറൻറ്റിയും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. നല്ല പ്രൊഫൈലാണെങ്കിൽ 0 ഡൗൺ പേയ്മെൻറ്റ് തന്നെ വണ്ടി ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ചോദ്യം എത്ര? ഇത് വരുമ്പോഴത്തേക്കും 3,65,000. എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറച്ച് പറയണേ, ചെയ്ത് കൊടുക്കാമെന്നേ. മേളയായിട്ടൊക്കെ വെച്ചിട്ട് ഉടനെ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം യൂസ് ചെയ്യാനുള്ള ടയറൊക്കെ ഉണ്ട്. ടയറൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യാനൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ റേറ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ വരട്ടെ, നമ്മളോട് സംസാരിച്ചാൽ മതി. അതുമല്ല, അപ്ഡേറ്റ് ബ്ലോഗ്സ് കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കാം. പോരെ? ഉള്ളതന്നെ. സനവണ്ണ, ഇത് 2014 മോഡൽ ഇയോൺ ആണ്. ഇയോൺ മാഗ്ന പ്ലസ് വണ്ടി. 87,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. അത്യാവശ്യം ക്വാളിറ്റി വണ്ടി തന്നെ. ഓക്കെ, മാഗ്ന പ്ലസ് ആണ് വേരിയൻറ്റ്. 2 ഡോർ പവർ വിൻഡോ അല്ലേ? അതെ, 2 ഡോർ പവർ വിൻഡോയും വരും. കമ്പനി ഇൻബിൾട്ട് ഒരു സ്റ്റീരിയോയും വരും വണ്ടിക്കകത്ത്. അത്യാവശ്യം ചെറിയൊരു കുടുംബത്തിന് നല്ല മൈലേജും ലോ മെയിൻ്റെനൻസ് ഒക്കെ നോക്കുന്ന ഒരു ഫാമിലിക്ക് പറ്റിയൊരു വണ്ടി തന്നെയാണ്. പിന്നെ ഫിനാൻസ് നമുക്ക് ഏകദേശം ഒരു 1,90,000 180 വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേന് 2,28,000. അത് ലാസ്റ്റ് പ്രൈസ് ആയിട്ട് നോക്കണ്ട, നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തന്നെ കൊടുക്കാം. 2,28,000 എന്ന് പറയുമ്പോൾ ഇത് ഏത് വർഷമായിരുന്നു? 14 വണ്ടി. 14. ഈ ബാക്ക് ടയർ മുട്ടയാണേ. നമുക്ക് സംസാരിക്കാം. ഓക്കെ. ഈ നമ്മുടെ ചാനൽ കണ്ട് വരുന്നവർക്ക് നീ പൈസ കുറച്ച് കൊടുക്കുമെന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണ് അവിടെ? ചെയ്ത് കൊടുക്കാമെന്ന്. അപ്ഡേറ്റ് ബ്ലോഗ്സ് കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ എന്നെ തന്നെ വന്ന് കണ്ടോട്ടെ, ഉണ്ണി എന്തെന്ന് വെച്ചാൽ മതി. എന്നെ കണ്ടാൽ ഞാൻ ഇത് സംസാരിക്കാം കമ്പനിയോട്. പോരെ? ഓക്കെ. അപ്പോൾ കുറച്ചൊക്കെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് വണ്ടി 2023 ആൾട്ടോ K10 VXA പ്ലസ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 10,000? അതെ. ഒരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും വണ്ടിക്കകത്തില്ല. വണ്ടി അത് ഹൈ ക്വാളിറ്റി വണ്ടി തന്നെ. സീറ്റ് കവർ പോലും പൊട്ടിച്ചിട്ടില്ല. ബാക്ക് കവർ പൊട്ടിച്ചിട്ടില്ല അല്ലേ? അതെ. ഫീച്ചേഴ്സായിട്ട് പ്രത്യേകം വെച്ചു. അല്ല, ഇൻഫോർടൈൻമെൻറ്റ് കമ്പനി വരുന്നത് തന്നെ. അതെ, ഇതിനകത്ത് കമ്പനി സ്റ്റീരിയോ, 2 ഡോർ പവർ വിൻഡോ, ഇത്രയാണ് വരുന്നത്. 2 എയർ ബാഗ് വരുന്നുണ്ട്. അതെ, 2 എയർ ബാഗും വരുന്നുണ്ട് വണ്ടിക്കകത്ത്. ഇത്രയാണ് വണ്ടിക്കകത്ത് ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിക്കകം കാണാൻ നല്ല വൃത്തിയൊക്കെ ഉണ്ട്. നല്ല സീറ്റ് കവറൊന്നും പൊട്ടിച്ചിട്ടില്ല. 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 10,000 കിലോമീറ്റർ തന്നെ ഓടിയ ടയേഴ്സാണ് കിടക്കുന്നത്, ഫ്രഷ് ടയേഴ്സ്. ഓക്കെ. അപ്പോൾ എത്ര ചോദ്യം? ഇത് വരുമ്പോഴത്തേന് 4,98.
അത് എന്തെങ്കിലുമൊക്കെ കുറയോ? പിന്നെന്താ, ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നടക്കും. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഇത്ര വണ്ടികളല്ല, ഇത് ഇവിടെ ഇപ്പോൾ ഇവർ ഇതിന് വേണ്ടി സൗകര്യമായിട്ട് കൊണ്ടുവന്ന് ഇട്ടേക്കാണ്. ഒരുപാട് വണ്ടികൾ ഇടാൻ സ്ഥലമുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ കുറച്ച് വണ്ടികളെ കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഷോപ്പ് അടച്ചിടരുതെന്നുള്ളതുകൊണ്ടും കൂടി ആയിരിക്കും. അവിടെയും കുറേ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടികൾ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയിലായിട്ട് കൊടുത്തേക്കാം. പിന്നെ ഈ കണ്ട വണ്ടികളെല്ലാം നിങ്ങൾക്ക് ഉപകരിച്ചാണെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.